എന്നെ സംബന്ധിച്ചിടത്തോളം CPIM-ന്റെ നടുവിലക്കര ബ്രാഞ്ച് സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പ്രതിഭാ സദസ്സിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ആദ്യം തന്നെ എൻ്റെ സന്തോഷം രേഖപ്പെടുത്തട്ടെ. മാധവമുള്ള നേരത്തെ ചൂണ്ടിക്കാണിച്ചു NS-ഉമായിട്ടുള്ള ബന്ധം. എൻ്റെ പിതാവും NS-ഉം ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോഴാണ് അപകടം ഉണ്ടാകുന്നത്. പിൽക്കാലത്ത് പാർട്ടിയിലൊരു പ്രതിസന്ധി ഉണ്ടായ ഘട്ടത്തിൽ പറഞ്ഞതായി ഞാൻ ഓർക്കുന്നു, അല്ലെങ്കിൽ വായിച്ചതായി ഞാൻ ഓർക്കുന്നു, NS-ന് പകരം ഞാനായിരുന്നു മരിച്ചിരുന്നതെങ്കിൽ ഇവർ തമ്മിലൊരു വ്യക്തിപരമായിട്ടുള്ള അടുപ്പം എന്നതിനപ്പുറത്തേക്ക് ഇണപിരിയാത്ത സുഹൃത്തുക്കളുമായിരുന്നു. കൊല്ലം ജില്ല എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന്റെ സുപ്രധാനമായ കോട്ടകളിലൊന്ന്. ഇടതുപക്ഷ പാർട്ടികളെല്ലാം തന്നെ CPM ആയിക്കോട്ടെ, CPI ആയിക്കോട്ടെ, മറ്റു ഇടതുപക്ഷ പാർട്ടികൾക്കാകെ കൊല്ലം ജില്ലയില് നമുക്കറിയാം, പ്രത്യേകിച്ച് വ്യാവസായിക മേഖലയിലൊക്കെ തന്നെയും വലിയ മുന്നേറ്റം നേടിയിട്ടുള്ള ജില്ല എന്നുള്ള നിലയിൽ, ഭൂപ്രദേശം എന്നുള്ള നിലയിൽ എല്ലാ ഇടതുപക്ഷ പാർട്ടികൾക്കും പങ്കുണ്ട്. ഇന്നിപ്പോ നമ്മൾ കേൾക്കുന്ന വാർത്ത എന്താണ്? തൊട്ടടുത്ത ശ്രീലങ്കയില് അനുരാഗ് കുമാര ദിസനായക എന്ന് പറയുന്ന ഒരു മാർക്സിസ്റ്റ് നേതാവ് ഏറ്റവും കൂടുതൽ വോട്ട് നേടി അവിടെ ശ്രീലങ്കയുടെ പ്രസിഡന്റ് ആകാൻ ഒരുങ്ങുകയാണ്. ശ്രീലങ്കയൊന്നും നമ്മൾ ആ നിലയില് ഒരു മാർക്സിസ്റ്റ് നേതാവിന് അധികാരമേൽക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ഭൂപ്രദേശമായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. കാരണം സിംഹളരും തമിഴരും തമ്മിലുള്ള ഏറ്റുമുട്ടലില് ഒരു മാർക്സിസ്റ്റ് രാഷ്ട്രീയം അവിടെ വിജയം കണ്ടിട്ടില്ല. പക്ഷെ കൊല്ലത്തെ കുറിച്ച് പറഞ്ഞപ്പോ, അതായത് അപൂർവം ചില തെരഞ്ഞെടുപ്പുകളിലെ കൊല്ലത്തിന് ചിലപ്പോ അപഭ്രംശങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാമെങ്കിലും ഭൂരിപക്ഷം തെരഞ്ഞെടുപ്പുകളിലും കൊല്ലം എപ്പോഴും ഇടതുപക്ഷ രാഷ്ട്രീയത്തോടൊപ്പമാണ് നിന്നിട്ടുള്ളത്. അങ്ങനെ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയത്തിനൊപ്പം നിൽക്കുന്ന കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം, അതുകൊണ്ടാണ് ഇവിടെ ഒരു ബ്രാഞ്ച് സമ്മേളനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുട്ടികളുടെ പ്രതിഭാ സദസ്സൊക്കെ സംഘടിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ പങ്കെടുക്കുകയും നിങ്ങൾ ഓരോരുത്തരെയും അഭിവാദ്യം ചെയ്യാനുള്ള ഒരു അവസരം വിനിയോഗിക്കണം എന്ന് തോന്നി കണ്ണൂരിൽ നിന്ന് ഞാൻ ഇപ്പോ കൊല്ലത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇടതുപക്ഷത്തിന്റെ റോൾ സ്വാഭാവികമായിട്ടും നേരത്തെ അധ്യക്ഷൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇടതുപക്ഷത്തിന്റെ റോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുകയും പാർട്ടിക്കുള്ളിൽ തന്നെ വിമർശന വിധേയമാവുകയും ചെയ്യുന്ന കാലഘട്ടമാണിത്. മനുഷ്യര് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ, അതായത് ചോരയോട്ടമുള്ള മനുഷ്യര് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ഇതിനകത്ത് ഉൾപാർട്ടി വിമർശനങ്ങൾ ഉണ്ടാകാറുണ്ട്. നമ്മള് ജീവിതത്തിൽ മുഴുവൻ കാണുന്ന കാര്യങ്ങളാണ്. ഞാനിപ്പോ പാർട്ടിയിലേക്ക് വന്നിട്ട് 1 വർഷം പിന്നിടുന്നതേ ഉള്ളൂ. പക്ഷെ നമുക്ക് നമ്മുടെ മാധ്യമ ജീവിതത്തിൽ തന്നെ ഉൾപാർട്ടി വിമർശനങ്ങള്, പാർട്ടിക്ക് പുറത്തു നിന്ന് നേരിടുന്ന വിമർശനങ്ങൾ, ഇതൊക്കെ മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 1996 ഞാൻ എന്റെ വിദ്യാഭ്യാസം തിരുവനന്തപുരത്ത് പൂർത്തിയാക്കുന്ന ഘട്ടത്തില് തിരുവനന്തപുരത്തെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൊക്കെ വളരെ സജീവമായി പ്രവർത്തിച്ചിട്ടുള്ള ആളെന്നുള്ള നിലയില്, ഒരു രാഷ്ട്രീയ കുടുംബത്തിൽ ജനിച്ചിട്ടുള്ള ആളെന്നുള്ള നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കാലെടുത്ത് വെക്കുന്നത് പോലെ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായും ഒരു കാലെടുത്ത് വെക്കുക എന്നതുപോലെ വളരെ സ്വാഭാവികമായി സംഭവിക്കേണ്ട കാര്യമായിരുന്നു. പക്ഷെ ആ ഘട്ടത്തിൽ എനിക്ക് തോന്നിയത് 90കളുടെ തുടക്കത്തിലെ ഇന്ത്യൻ ടെലിവിഷൻ രംഗത്തൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടായി. ഇപ്പൊ രാഷ്ട്രീയത്തിൽ ഇറങ്ങി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതിനേക്കാൾ നല്ലത്, അല്ലെങ്കിൽ അതിനേക്കാൾ സജീവമായി നമുക്ക് രാഷ്ട്രീയ രംഗത്ത് ഇടപെടാൻ കഴിയുക മാധ്യമരംഗത്ത് കൂടിയാണ് എന്നുള്ളതായിരുന്നു
എന്റെ മുന്നനുഭവങ്ങൾ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലെ മാതൃകകൾ, ശശികുമാറിന്റെ നേതൃത്വത്തില് മലയാള ഭാഷയില് ഒരു ടെലിവിഷൻ ചാനൽ തുടങ്ങുന്നു. പ്രണോയ് റോയ് ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഒക്കെ തന്നെയും ദേശീയ തലത്തില് വാർത്താരംഗത്ത് വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ രാഷ്ട്രീയത്തിൽ ഇറങ്ങി രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതിനേക്കാൾ കേവലമായി നമുക്ക് മാധ്യമരംഗത്ത് ഇറങ്ങി രാഷ്ട്രീയത്തിൽ ഇടപെടാൻ കഴിയുമെന്നുള്ളത് ആകുമ്പോ സങ്കുചിതത്വമില്ല. ഒരു രാഷ്ട്രീയ പാർട്ടി, ഒരു മുന്നണി എന്നുള്ള സങ്കല്പമില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും നമുക്ക് വിമർശിക്കാം. പക്ഷേ ഇപ്പൊ ബ്രാഞ്ച് സമ്മേളനം തുടങ്ങിയാണ്. ലോക്കൽ സമ്മേളനം ഉടൻ തന്നെ ആരംഭിക്കും. ഞങ്ങളുടെയൊക്കെ നാട്ടിലെ കണ്ണൂർ ജില്ലയിൽ ലോക്കൽ സമ്മേളനം ആരംഭിക്കുകയാണ് അടുത്ത ആഴ്ച. പാർട്ടിക്കുള്ളിൽ എത്തുമ്പോഴാണ് പാർട്ടിക്കുള്ളിലുള്ള വിമർശനങ്ങൾ എത്ര സജീവമാണ് എന്നുള്ള തിരിച്ചറിവ്. ഉൾപാർട്ടി വിമർശനം, പാർട്ടിക്കുള്ളിൽ പാർട്ടിയുടെ സമീപനങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ പിഴവുണ്ട് എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ ഏത് നിലയിലും നമുക്ക് പാർട്ടിക്കുള്ളിൽ വിമർശനം നടത്താൻ കഴിയുമെന്നുള്ള ജനാധിപത്യ ബോധം യഥാർത്ഥത്തിലുള്ള ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, CPIM പ്രത്യേകിച്ചും. ഞാൻ പറഞ്ഞു വന്നത് 1996 മാധ്യമത്തിലൂടെ രാഷ്ട്രീയത്തിൽ ഇടപെടാൻ കഴിയണം എന്നുള്ള എന്റെയൊക്കെ ആഗ്രഹം, വിദ്യാർത്ഥി പ്രസ്ഥാനത്ത് നിന്ന് നേരെ മാധ്യമ രംഗത്ത് എത്തുമ്പോഴുള്ള എന്റെയൊക്കെ ആഗ്രഹം സ്വാഭാവികമായും കഴിഞ്ഞ 28 വർഷക്കാലം എന്നെ എല്ലാ ദിവസവും ഒരുപക്ഷെ ടെലിവിഷനിൽ എല്ലാവരും എല്ലാ ദിവസവും കാണണമെന്നില്ല, പല ഘട്ടങ്ങളിലായി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഞാൻ വളരെ വ്യക്തമായി എൻജോയ് ചെയ്തിരുന്നു, ഞാൻ ആസ്വദിച്ചിരുന്നു. ഇപ്പോ ഈ കാലഘട്ടത്തിലെത്തുമ്പോ പ്രത്യേകിച്ച് 2014 ശേഷം 2016 ഞാൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആളാണ്. അന്ന് എനിക്ക് പാർട്ടി അംഗത്വമില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2014 ശേഷമുള്ള ഒരു രാഷ്ട്രീയ രംഗം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇന്ത്യയിൽ ആദ്യമായി ഒരു വർഗീയ പാർട്ടിക്ക് കേവല ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വരാൻ കഴിയുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് ഇക്കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലമായി ഇന്ത്യൻ രാഷ്ട്രീയത്തെ വർഗീയത പിടിമുറുക്കിയത് എന്നാലോചിക്കുമ്പോ നമുക്ക് 1996 ആലോചിച്ചതുപോലെ രാഷ്ട്രീയത്തിന് പുറത്തു നിന്നുകൊണ്ട് മാധ്യമങ്ങളിലൂടെ രാഷ്ട്രീയം നിയന്ത്രിക്കുകയോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ ഇടപെടുകയോ ചെയ്യുന്നതിനപ്പുറത്തേക്ക് നമ്മളൊരു രാഷ്ട്രീയ പാർട്ടിയുടെയോ അല്ലെങ്കിൽ ഒരു മുന്നണിയുടെയോ ഭാഗമാകേണ്ടതിന്റെ ആവശ്യകത, അതെങ്ങനെയാ ആ ആവശ്യകത നമുക്ക് ബോധ്യമാകുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞത് 2014 BJP സർക്കാർ അധികാരമേറ്റതിന്റെ ആ കാലഘട്ടം. അപ്പൊ നമ്മളെല്ലാവരെയും, എന്നെയും നിങ്ങളെയും രാഷ്ട്രീയം ആവശ്യപ്പെടുന്ന ഒരു കാലഘട്ടമായി ഈ കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലം മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് പ്രവർത്തി നിൽക്കുന്ന അവസ്ഥ എന്താണ്? 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പില് BJPക്ക് കേവല ഭൂരിപക്ഷമില്ലാത്ത അവസ്ഥയുണ്ടായി. അതെങ്ങനെയുണ്ടായി? അതുണ്ടായിട്ടുള്ളത് BJPക്കെതിരായിട്ടുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിന് വേണ്ടി CPIM അടക്കമുള്ള ഇടതുപക്ഷ പാർട്ടികൾ ബോധപൂർവമായിട്ടുള്ള ചില നീക്കങ്ങൾ നടത്തിയതുകൊണ്ടാണ്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. സീതാറാം യെച്ചൂരിയുടെ മരണത്തെ തുടർന്ന് എന്തായിരുന്നു CPIMന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സീതാറാം യെച്ചൂരി ഇന്ത്യൻ രാഷ്ട്രീയത്തെ നൽകിയിട്ടുള്ള സംഭാവനകളൊക്കെ നമ്മൾ ഈ കാലഘട്ടത്തിൽ വായിച്ചു കൊടുക്കുന്നതാണ് അല്ലെങ്കിൽ കണ്ടറിഞ്ഞിട്ടുള്ളതാണ്. 2024 ആകുമ്പോഴേക്കും ഇന്ത്യ ബ്ലോക്കിന്റെ രൂപീകരണത്തോടുകൂടി BJP 303 നിന്ന് 240 എത്തുമ്പോൾ എന്ന് വെച്ചാൽ അധികാര പ്രവർത്തകയുടെ സ്വേച്ഛാധിപത്യത്തിന്റെ ചിറകരിഞ്ഞു കൊടുത്തിരിക്കുന്നു 2024 എന്ന കാര്യത്തിലെ ആരും തർക്കം ഉണ്ടാവുന്നില്ല. അത് സംഭവിച്ചത് എങ്ങനെയാണ് എന്നുള്ളതാണ് സീതാറാം യെച്ചൂരിയുടെ മരണത്തോടുകൂടി കൂടുതൽ ഓർമ്മപ്പെടുത്തൽ നമ്മുടെ മുന്നിൽ എത്തി നിൽക്കുന്നത്. ഇനി നോക്കൂ, 2024 ആകുമ്പോൾ വർഗീയതയെ എങ്ങനെയൊക്കെയാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ദേശീയ പാർട്ടികൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. നമ്മള് ഇപ്പൊ നടുവിലക്കര ബ്രാഞ്ച് സമ്മേളനം മുതൽ ഇനിയിപ്പോ
മധുരയിൽ നടക്കാൻ പോകുന്ന പാർട്ടി കോൺഗ്രസ് വരെയുള്ള ഈ പ്രക്രിയ തുടരുമ്പോ വർഗീയതക്കെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള പോരാട്ടം നമ്മൾ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് സംബന്ധിച്ചതിന്റെ സാമ്പിൾ യഥാർത്ഥത്തില് നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ ഇന്ത്യൻ പാർലമെന്റില് നേരത്തെ കഴിഞ്ഞ 10 വർഷക്കാലം നമ്മൾ ആശങ്കപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പാർലമെന്റിലെ അമിത്ഷാടക്കമുള്ള കേന്ദ്രമന്ത്രിമാരെ അദ്ദേഹത്തിന്റെ ജുബയുടെ പോക്കറ്റിൽ നിന്നാണ് ബില്ലുകളെടുത്ത് ഭരണഘടനാ ഭേദഗതികൾ നടപ്പാക്കിക്കൊണ്ടിരുന്നത്. അത് നമ്മളെല്ലാം ആശങ്കപ്പെടുത്തിയിരുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നമ്മളെല്ലാം ആശങ്കപ്പെട്ട ഒരു മുദ്രാവാക്യം എന്താണ്? അബ്കി ബാർ 400 ബാർ എന്ന് വെച്ചാൽ ഇത്തവണ 400-ലധികം സീറ്റുകൾ ഇന്ത്യൻ പാർലമെന്റിലെ ഒരു സർക്കാർ ഉണ്ടാക്കാൻ 272 പേര് മതി എന്നിരിക്കെ BJP 400-ലധികം സീറ്റുകൾ ആവശ്യപ്പെടുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം ഭരണഘടനയിൽ മാറ്റം വരുത്തണം എന്നുള്ളതാണ്. ഏതോ യുഗത്തില് കഴിഞ്ഞു പോയിട്ടുള്ള ഒരു ഭരണ സമ്പ്രദായം ഇന്ത്യയിലേക്ക് അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടി BJP ശ്രമിക്കുന്നു എന്നുള്ള അതിലെ പ്രധാനപ്പെട്ട തലച്ചോറുകൾ അത് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അതായിരുന്നു 2014 മുതൽ 2024 വരെയുള്ള കാലഘട്ടമെങ്കില് വേഗത്തിൽ പോകാം. അത് പറ്റില്ല. 2024 അതായത് 2025 എന്ന് പറയുന്നത് RSS 100 വർഷം പൂർത്തിയാക്കുന്ന വർഷമാണ്. ആ 100 വർഷം പൂർത്തിയാക്കുന്ന വർഷം BJPയെ സംബന്ധിച്ചിടത്തോളം അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ഭരണം ഈ രാജ്യത്ത് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുകയും അവിടെയാണ് മാറ്റം മറിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെയാണ് 303-ൽ നിന്ന് 240-ലേക്ക് ഒതുക്കിയത്. നമ്മൾ മാത്രമല്ല, ഉത്തർപ്രദേശിലൊക്കെ തന്നെയും 2014-ലായിക്കോട്ടെ 2019-ആയിക്കൊള്ളട്ടെ വലിയ ഭൂരിപക്ഷത്തോടു കൂടിയാണ് BJP ജയിച്ചത്. പക്ഷേ ആ നിരക്ഷരകുക്ഷികളായിട്ടുള്ള ജനസമൂഹം ഉണ്ടല്ലോ, അവരെ BJPയുടെ ഈ നീക്കം തിരിച്ചറിഞ്ഞു. ദളിതുകളായിട്ടുള്ള ആദിവാസികളായിട്ടുള്ള ആളുകൾ. അതുകൊണ്ടാണ് ഉത്തർപ്രദേശിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകാൻ കഴിയാത്ത സാഹചര്യം BJPക്ക് ഉണ്ടായിട്ടുള്ളത് നമ്മൾ കണ്ടതാണ്. അതൊക്കെ അതിന്റെ മറ്റു വിശദാംശങ്ങളാണ് ഞാൻ പറഞ്ഞു വരുന്നത് എന്ന് പറയുന്നത്. നോക്കൂ, നമ്മളെ സംബന്ധിച്ചിടത്തോളം 2024-ലേക്ക് എത്തുമ്പോൾ നമ്മൾ വിചാരിക്കുകയാണ് BJP ഇനി ഭരണഘടനാ ഭേദഗതിയിലേക്കൊന്നും പോകില്ല എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ ഇപ്പോ ഒരു തെരഞ്ഞെടുപ്പ്, ഒരു രാജ്യം എന്ന് പറയുന്ന ഭരണഘടനാ ഭേദഗതി ആവശ്യപ്പെടുന്ന നിർദ്ദേശങ്ങൾ BJPയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ ഇതിനകം തന്നെ അവരുടെ ക്യാബിനറ്റിൽ അവതരിപ്പിച്ച് പാസാക്കി എടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഇനി പാർലമെന്റിലേക്കാണ് വരാനുള്ളത്. നമുക്കറിയാം BJPക്ക് പാർലമെന്റില് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ഭരണഘടനാ ഭേദഗതി പാസാക്കി എടുക്കാൻ കഴിയില്ല എങ്കിലും BJPയെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ച് ചില നീക്കങ്ങൾക്ക് മുതിർന്നു എന്നുള്ളതാണ്. അപ്പോഴാണ് സാധാരണഗതിയിൽ നമ്മൾ ഇപ്പോ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയം ഹരിയാനയിലും ജമ്മു കാശ്മീരിലും നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രക്രിയ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ജമ്മു കാശ്മീരിൽ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് പൂർത്തിയാവുകയും ചെയ്തിരിക്കുന്നു. ജമ്മു കാശ്മീരിനോടൊപ്പവും ഹരിയാനയോടൊപ്പവുമാണ് സാധാരണഗതിയിലെ മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത്, ജാർഖണ്ഡിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. 2019 കാലഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോ ജാർഖണ്ഡിലും മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ഒക്കെ ഒന്നിച്ചായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്നത്. എന്തുകൊണ്ടാണ് ഇത്തവണ ഹരിയാനയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തില് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയാത്ത അവരാണോ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഇവിടെ നടപ്പാക്കാൻ പോകുന്നത്? സ്വാഭാവിക ചോദ്യമാണ്. രാഷ്ട്രീയ രംഗത്ത് ഉയർന്നു വരുന്ന ചോദ്യമാണ്. അപ്പൊ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. നമുക്കറിയാം, ബ്രാഞ്ച് സമ്മേളനം മുതല് പാർട്ടി കോൺഗ്രസ് വരെയുള്ള ദീർഘമായിട്ടുള്ള പ്രക്രിയ. ഇതൊന്നും നമ്മൾ വെറുതെ പറയുന്നല്ലോ. ഇങ്ങനെ ഒരു ദീർഘമായിട്ടുള്ള ഒരു പ്രക്രിയയിലൂടെ രാഷ്ട്രീയം തീരുമാനിക്കുന്ന, കമ്മിറ്റികളെ തീരുമാനിക്കുന്ന വേറെ ഏത് രാഷ്ട്രീയ പാർട്ടിയുണ്ട് ഇന്ത്യയിലെ? ലോകത്ത് ഉണ്ട്, ലോകത്ത് മറ്റിടങ്ങളിലുണ്ട്. ഇന്ത്യയിൽ ഏതാണുള്ള? ഒന്നുകിൽ കുടുംബ പാർട്ടി, അല്ലെങ്കിൽ വർഗീയ പാർട്ടി. ഇതല്ലേ? പല പാർട്ടികളുടെ പേരെടുത്ത് മനസ്സിലൊന്ന് ആലോചിച്ച് നോക്ക്. കുടുംബം, എല്ലാം കുടുംബം. അച്ഛൻ കഴിഞ്ഞാൽ മകൻ, മകൻ കഴിഞ്ഞാൽ മകന്റെ മകൻ. മറ്റേതാണെങ്കിൽ വർഗീയത, അതും
വരേണ്യവർഗത്തിന്റെ വർഗീയത. കീഴാള വർഗീയതയൊന്നും ഒരിടത്തും അധികാരം പിടിച്ചിട്ടില്ല. ഉപരിവർഗത്തിന്റെ വർഗീയത. അതിൽ നിന്ന് വ്യത്യസ്തമായി ജനാധിപത്യ രീതിയിൽ രാഷ്ട്രീയം തീരുമാനിക്കുന്ന CPM ബ്രാഞ്ച് സമ്മേളനത്തിലെ അംഗങ്ങളുടെ മാത്രം അഭിപ്രായം കേട്ടിട്ടല്ല, ലോക്കൽ ഏരിയ, ജില്ല, സംസ്ഥാന പാർട്ടി കോൺഗ്രസിലെ മാത്രം അംഗങ്ങളുടെ അഭിപ്രായം കേട്ടിട്ടല്ല, പാർട്ടി ബന്ധുക്കളുടെ, പാർട്ടി ശത്രുക്കൾക്ക് പോലും CPM അങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറയാനുള്ള അധികാരവും അവകാശവും കൊടുക്കാൻ 3 മാസം മുമ്പ് രാഷ്ട്രീയ പ്രമേയത്തിന്റെ ഡ്രാഫ്റ്റ് പുറത്തിറക്കുന്നു. അത് വരുത്തുന്ന മാറ്റങ്ങൾ ഏത് തരത്തിലുള്ള വിമർശനങ്ങളാണെങ്കിലും അത് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ്. ആ ആവേശകരമായിട്ടുള്ള അനുഭവത്തിലൂടെയാണ് നമ്മളിപ്പോ കടന്നു പോകുന്നത്. അതുകൊണ്ട് ആ ആവേശകരമായ അനുഭവത്തിലൂടെ പുതിയൊരു രാജ്യം, പുതിയൊരു സംസ്ഥാനം കെട്ടിപ്പടുക്കാൻ നമുക്കേവർക്കും കഴിയട്ടെ. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലെ ബ്രാഞ്ച് സമ്മേളനത്തിലും പാർട്ടി സമ്മേളനത്തിലും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏവർക്കും നന്ദി രേഖപ്പെടുത്തി ഞാൻ അവസാനിക്കും.